അടുത്തതായിട്ട് നമുക്കൊരു വഴുതനങ്ങ ബജ്ജി ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ബജ്ജിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് കടലമാവ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഒരു വഴുതനങ്ങ, പിന്നെ 1 ടീസ്പൂൺ മുളക്, ഒരു ഇച്ചിരി ബേക്കിംഗ് സോഡ, പിന്നെ ഇച്ചിരി കായപ്പൊടി. ഇച്ചിരി എന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് മതി, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ വറുക്കാനുള്ള എണ്ണ. അപ്പോൾ ഇത് ആദ്യം ഇതിലോട്ട് ഇട്ട് ഈ പൊടികളെല്ലാം കൂടെ ഇട്ട്. അപ്പോൾ പൊടികളെല്ലാം ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ അരിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായപ്പൊടി, സോഡാപ്പൊടി, ഇത്ര അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ ഇതിങ്ങനെ കുറേശ്ശെ വെള്ളം ചേർത്ത് കലക്കിയെടുക്കണം കേട്ടോ. കുറച്ചുകൂടെ വെള്ളം ചേർക്കും. അപ്പോൾ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. നമ്മുടെ ഈ സ്പൂണിങ്ങനെ മുക്കുമ്പോൾ അതിൻ്റെ 2 സൈഡിലും ഇതുപോലെ കിട്ടണം. ഇത് നമ്മളൊരു അരമണിക്കൂർ ഇതിനെ മാറ്റി വെക്കുക. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഒരു പൊടിക്ക് ഉപ്പും കൂടെ വേണം. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത പ്രൊസീജിയർ പറഞ്ഞാൽ ബജ്ജി ഉണ്ടാക്കിയെടുക്കും. ഇനി നമുക്ക് വഴുതനങ്ങ മുറിച്ചെടുക്കാം. ഇതുപോലെ മുറിച്ചെടുക്കുന്നത്. സാധാരണ ബജ്ജിക്ക് ഇതുപോലെയാണ് മുറിച്ചെടുക്കുന്നത്. ഇതുപോലെ. പിന്നെ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ ഇതുപോലെ മുറിച്ചെടുക്കാം. ഇനി അത് നമ്മുടെ ബാറ്ററിൽ മുക്കി വറുത്തെടുക്കുക. നമ്മുടെ നെക്സ്റ്റ് പ്രൊസീജിയറിനുള്ള എല്ലാം റെഡിയായി. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ കണക്ക്. ഇഡ്ഡലി മാവ്, ദോശ മാവ്. ഇനി മുക്കി ചുട്ടെടുക്കുക. അത് നമുക്ക് ഈ ടൈപ്പ് ഒന്ന് വറുത്ത് നോക്കാം. ഇതുപോലെ എണ്ണ ഒഴിച്ച് നമ്മൾ അതിൻ്റെ അകത്ത് ആദ്യത്തെ ഒരു കഷ്ണം ഇട്ടിരിക്കും. ഇനി അതൊന്ന് മറിച്ചിടണം. ഇതുപോലെ എണ്ണയിലോട്ട് നമ്മുടെ ഒരുമാതിരി മുരിഞ്ഞിട്ടുണ്ട്. അത് മാറ്റി. അടുത്തതും ഇതുപോലെ മുക്കുക. തിരിച്ചിട്ട് എടുത്തെടുത്ത്. അപ്പം ഇതിലെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയാണ്. അത് കൂടുതൽ അയഞ്ഞു പോയാലും കട്ടി കൂടിപ്പോയാലും ശരിയാകത്തില്ല. പിന്നെ നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത് കുറച്ചുകൂടെ ഒരു ക്രിസ്പി നേച്ചർ കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ വഴുതനങ്ങ ബജ്ജി റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.